യൂട്യൂബ് ഷോർട്സിന്റെ സമയപരിധി മൂലം കഥ 2 ഭാഗമായാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം 1-ാം ഭാഗം കാണുമല്ലോ. തീരെ ക്ഷമയില്ലാതെ പുറത്തിറങ്ങിയ ഉടൻ നിൽപ്പനടിക്കുന്നവരുണ്ട്. പബ്ലിക് പ്ലേസ് ആണ്, ഇവിടെ ഇരുന്നടിക്കാൻ പാടില്ല എന്നാരെങ്കിലും ഇവരോട് പറഞ്ഞാൽ ഇവരവിടെ കിടന്നടിക്കും. എന്നാലും പാമ്പായവരെയും കുഞ്ചാക്കോ ബോബന്റെ ഇന്നാ താൻ കേസുകൂട് സിനിമയിലെ ദേവദൂതർ ഡാൻസുകാരെയും അപൂർവമായേ കാണാറുള്ളൂ. അതിന് കാരണം പലതാണ്. വീര്യം കൂടിയതടിച്ച് മഹാവീര്യരാകാൻ നല്ല കാശിറക്കണം. ബിയറിനിവിടെ കുപ്പിയിലെ സ്പ്രിംഗ് വാട്ടറിനേക്കാൾ വിലക്കുറവാണെങ്കിലും മറ്റ് ഹോട്ട് ഡ്രിങ്ക്സിന് ഒരാളുടെ ദിവസക്കൂലി തികയില്ല. അത് മനസ്സിലാക്കാനുള്ള വകതിരിവൊക്കെ സായിപ്പിനുണ്ട്. പിന്നെ വേറൊരു കാരണം, മദ്യം മിക്ക ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും അവൈലബിൾ ആണ് എന്നതാണ്. ഇതൊന്നും പോരാതെ മദ്യം വിളമ്പാത്ത പല ഹോട്ടലുകളിലും BYO ഉണ്ട്, ബ്രിങ് യുവർ ഓൺ. അതായത് നിങ്ങൾ ഏത് മാട്ട സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് അടിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കണം. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. നാട്ടിലിനി BYOയുടെ കുറവേ ഉള്ളൂ. വരുമായിരിക്കും. എന്നെ കൺഫ്യൂസ് ചെയ്യിച്ച മറ്റൊരു കൂട്ടരുണ്ട്. അത് ആണാവാം പെണ്ണാവാം. നല്ല പോലെ മേക്കപ്പൊക്കെ ചെയ്ത് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇവരെന്തിന് ഷോപ്പിനകത്ത് പോകുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പാർട്ടിക്ക് പോകുമ്പോൾ കൂടെ കൂട്ടാനുള്ള വൈൻ വാങ്ങാനാണ് അതെന്ന് എൻ്റെ സുഹൃത്ത് ആൻഡ്രു ആണ് പറഞ്ഞു തന്നത്. പിന്നെയുള്ളത് ജിമ്മന്മാരാണ്. ട്രാക്ക് സ്യൂട്ടിലൊക്കെയാണ് വരവ്. തിരിച്ചു പോകുമ്പോൾ 2 കൈയിലും തലയിലും വരെ ബിയർ കാർട്ടനുകൾ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാകും. ഇവർ ശരീരം ഫിറ്റായി വെക്കുന്നത് തന്നെ അടിച്ച് ഫിറ്റാവാനാണോ എന്ന് തോന്നിപ്പോകും. പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്തവർക്ക് ഗവൺമെൻറ് ജീവിത ചെലവിനായി ഒരു തുക കൊടുക്കുന്നുണ്ട്. പലരും മദ്യവും മയക്കുമരുന്നും വാങ്ങാനാണ് ഈ തുക വിനിയോഗിക്കുന്നത് എന്ന തിരിച്ചറിവിൽ ഗവൺമെൻറ് പൈസ ബാങ്കിലിട്ട് കൊടുക്കുന്നതിന് പകരം ഇവർക്ക് ക്രെഡിറ്റ് കാർഡ് പോലൊരു കാർഡ് കൊടുത്തു തുടങ്ങി. ഈ കാർഡിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ലിക്കറോ സിഗരറ്റോ വാങ്ങാൻ ശ്രമിച്ചാൽ കാർഡ് ഡീആക്ടിവേറ്റഡ് ആവും. പിന്നെ അവർക്കൊന്നും വാങ്ങാൻ കഴിയില്ല. കടക്കാരനെ തെറിയും വിളിച്ച് വെറും കൈയോടെ ലിക്കർ ഷോപ്പിൽ നിന്ന് പുറത്തു വരുന്നവരെ കണ്ടാലറിയാം എന്താണ് അകത്ത് സംഭവിച്ചതെന്ന്. ഇവർ നടുവിരൽ ഉയർത്തിക്കാട്ടി കടക്കാരൻ്റെ അപ്പനപ്പൂപ്പന്മാരെ തെറി വിളിക്കുന്നത് കാണാൻ ഒരു കൗതുകം. പക്ഷേ ആ സാഡിസ്റ്റ് മനോഭാവവും കൊണ്ടിരുന്നാൽ നമുക്ക് പച്ചരി വാങ്ങാൻ സാധിക്കില്ലല്ലോ എന്ന തിരിച്ചറിവിൽ പതുക്കെ എണീറ്റ് കൈ കഴുകി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനടുത്തേക്ക് നടക്കാറാണ് പതിവ്.